അൻവറിനെയും ലീഗിനെയും ജമാത്തിനെയും ചില മലപ്പുറം ഫാൻസുകാരെയെല്ലാം പെടുത്തിക്കൊണ്ട് മന്ത്രി KT ജലീലിന്റെ ഉജ്ജ്വല ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നവരിൽ ഭൂരിപക്ഷവും മുസ്ലിം നാമധാരികളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മത നേതാക്കന്മാരും മതവുമായി ബന്ധപ്പെട്ടവരും ഇടപെടാതെ പുറത്തുവരുന്ന ശരിയായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ ന്യായീകരിക്കാൻ തൊടുന്യായങ്ങൾ നിരത്തുന്നവരുടെ മുഴുവൻ അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ സത്യം പറഞ്ഞാൽ എന്ന പേരിൽ അദ്ദേഹം നൽകിയ ആർട്ടിക്കിളും പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത്. അത് കേൾക്കേണ്ടതാണ്. കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ മതം തിരികെ കയറ്റുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് തെറ്റ് ചെയ്യുന്നത് ഏത് മതസമുദായക്കാരായാലും അതിനെതിരെ ശക്തമായ എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ്. ക്രൈസ്തവ സമുദായത്തിലെ തെറ്റുകളെ എതിർക്കാൻ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവരാണ്. മുസ്ലിങ്ങളിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മുസ്ലിങ്ങളാണ്. ഹൈന്ദവർക്കിടയിലെ അരുതായ്മകൾ പറയേണ്ടത് ഹൈന്ദവരാണ്. അല്ലാത്ത പക്ഷം താന്താങ്ങളെ ഇകഴ്ത്താൻ ഇതര മതസ്ഥർ കാണിക്കുന്ന കുൽസിത നീക്കങ്ങളായി അത്തരം ഇടപെടലുകളെ ദുർവ്യാഖ്യാനിക്കപ്പെടും. മതപരിഷ്കരണങ്ങളും സാമൂഹ്യ നവോത്ഥാനങ്ങളും അങ്ങനെയേ നടന്നിട്ടുള്ളൂ. കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണ്. അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത്? സ്വർണ്ണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ്. അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഖാളിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിക് ആവുക? അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണുണ്ടാവുക. ഒരണുമണി തൂക്കം തെറ്റ് ചെയ്യാത്ത മലപ്പുറംകാരനായ എന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പകുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമപ്പടയും മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും ഒരു മെയ്യായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവസമുദായ സ്നേഹികൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നത്? അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം? ഏത് പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചുമൂടിയിരുന്നത്? സ്വർണ്ണക്കള്ളക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഖാളിമാർ തയ്യാറാവണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണ് ഇത്ര ഹാലിളക്കം? ഞാൻ പറഞ്ഞത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല, എൻ്റെ കൂടി ഖാളിയോടാണ്. സ്വർണ്ണക്കടത്തുകാർ വഴിയും ഹവാലക്കാർ വഴിയും വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം ഏതെങ്കിലും ആളുകൾ നാട്ടിലെത്തിക്കുന്നത് പുറത്തറിയുമെന്ന ഭീതി ആർക്കെങ്കിലുമുണ്ടോ? UAE കോൺസുലേറ്റ് നൽകിയ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെതിരെ എന്നെ ഉടൻ കൽത്തുറങ്കിലടയ്ക്കണമെന്ന് കത്തെഴുതിയ കോൺഗ്രസ് നേതാവും MPയുമായ ബെന്നി ബെഹനാനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത തൃത്താലയിലെ തോറ്റ MLAയുടെ കറകളഞ്ഞ കാപട്യത്തിന് എന്തൊരു മൊഞ്ചാണ്! എല്ലാറ്റിനെയും മതത്തിൻ്റെ കണ്ണാടിയിലൂടെ മുടിനാരിഴകീറി പരിശോധിക്കുന്നവർ സ്വർണ്ണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയും. വാദിച്ച് കേസ് തോൽക്കാൻ ആരും മുതിരാതിരുന്നാൽ അവർക്ക് നന്ന്. നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് കൽപ്പിക്കരുത്. ദൈവത്തിൻ്റെ അടുക്കൽ കൊടിയ പാപമാണത്. വിശുദ്ധ ഖുറാൻ. ഇങ്ങനെയാണ് KT ജലീൽ ആ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. പക്ഷേ മാധ്യമങ്ങൾ അതങ്ങോട്ട് കണ്ടില്ലെന്നടിക്കുകയാണ്. സ്വാഭാവികമാണ്. അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ പല രാഷ്ട്രീയ നെറുകേടുകളും കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യാഥാർത്ഥ്യം ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വല്ലാത്ത വിമുഖതയാണ്. സ്വാഭാവികമാണ്. ആ വിമുഖതയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ PV അൻവർ പറഞ്ഞ ഒരു നെക്സസ്. ആര്? മാധ്യമങ്ങളും PV അൻവറും ചില ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു നെക്സസ്. ആ നെക്സസ് ആണ് ഇവിടെ സർക്കാരിനെതിരെ കാളവാല് പൊക്കുന്ന രീതിയിൽ നിൽക്കുന്നത്. എന്ത് സംഭവിക്കും നോക്കിക്കാണാം. എന്തായാലും നെക്സസ് കത്തിച്ചു കൊണ്ടുവന്ന തീയിലേക്ക് ഒരു കുടം വെള്ളം കോരിയൊഴിച്ച അവസ്ഥയാണ് ജലീലിന്റെ പോസ്റ്റ്. അത് വല്ലാതെ പുകച്ചിലുണ്ടാക്കുന്നുണ്ട്. അത് വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടാൽ പല കപടന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.